थैंक यू फ्रेंड्स। कल देर रात आपसे मिलने का मौका मिल गया। मेरे जो वीडियो पोस्ट किया था उसको जिस प्रकार से आपने रिस्पॉन्ड किया, सकारात्मक सुझाव दिए, थैंक्स टू एवरीबॉडी। ये आपका प्यार बना रहेगा, हमारा नाता और अधिक सक्रियता से जुड़ता रहेगा। थैंक यू दोस्तों। നരേന്ദ്രമോദിയുടെ ആ ഒരു സന്തോഷം കണ്ടില്ലേ ശരിക്കും പറഞ്ഞാൽ അതിന് കാരണമുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. കാരണം അദ്ദേഹം ഒരു വീഡിയോ ഒന്ന് പാതിരാത്രി ഇറക്കി വിട്ടു. പാതിരാത്രി ഇറക്കി വിട്ടപ്പോഴത്തേക്കും ആ വീഡിയോക്കുണ്ട ഇമ്പാക്ട് എന്ന് പറയുന്നത് ചെറുതല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. കാരണം അത് കൊള്ളേണ്ടവർക്ക് കൊണ്ടു, അതിൽ പെട്ടുപോയിരിക്കുന്നത് പ്രതിപക്ഷവും പാർട്ടികളുമാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. കാരണം ഈ പറയുന്ന നരേന്ദ്രമോദി പാതിരാത്രി ഇറക്കി വിട്ട ആ ഒരു വീഡിയോ ശരിക്കും പറഞ്ഞാൽ പ്രതിപക്ഷത്തിന്റെയും പാർട്ടികളുടെയും വാടപ്പിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിന് കിട്ടിയ ഒരു റീച്ച് ഒന്ന് കാണേണ്ടതായിരുന്നു. കാരണം ഏകദേശം 350 മില്യൺ വ്യൂസ് അടുപ്പിച്ചാണ് ഇതുവരെയും ആ ഒരു വീഡിയോ കടന്നിരിക്കുന്നതെന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ മില്യൺസ് ലൈക്സ്, കമന്റ്സ് എന്തൊക്കെയാണ് ആ ഒരൊറ്റ വീഡിയോ സംഭവിച്ചത്. അപ്പോൾ നരേന്ദ്രമോദി എന്ന് പറയുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ വാക്കുകൾ കേൾക്കാനും അതിനെ വിശ്വസിക്കുന്ന ആ ഒരു ഉറപ്പ്, അതാണ് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യൻ ജനതയുടെ ഉടനീളം ഭൂരിഭാഗവും കണ്ടതെന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ അതാണ് ശരിക്കും പറഞ്ഞാൽ പാർട്ടികളുടെയും അതോടൊപ്പം തന്നെ പ്രതിപക്ഷത്തിന്റെയും വീര്യം ചോർന്നു പോകുന്ന തരത്തിലുള്ള കാര്യങ്ങൾ എത്തിയത്. ആ ഒരൊറ്റ വീഡിയോയിലൂടെ ഉണ്ടായ മാറ്റങ്ങൾ അത് ചെറുതല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ വീഡിയോ നരേന്ദ്രമോദിയുടെ വന്നപ്പോഴും അതിന് കിട്ടിയ ഒരു സ്വീകാര്യത അല്ലെങ്കിൽ അതിന്റെ ആ ഒരു വ്യൂസ് ഉൾപ്പെടെ നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ പ്രധാനമന്ത്രിയുടെ വാക്കുകൾ കേൾക്കാൻ എത്രത്തോളം കാതോർത്തിരിക്കുന്നു നമ്മുടെ ജനങ്ങൾ എന്നുള്ളതിന്റെ തെളിവാണ് അതിൽ നിന്നും വളരെ കൃത്യമായിട്ട് വ്യക്തമാവുന്ന കാര്യം എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ഏറ്റവും വലിയ തോതിലുള്ള തിരിച്ചടി ലഭിച്ചിരിക്കുന്നത് ആ രണ്ട് വീഡിയോയിലൂടെ ഏറ്റവും വലിയ തോതിൽ തിരിച്ചടി ലഭിച്ചത് പ്രതിപക്ഷത്തിന്റെ നീക്കം എല്ലാ അർത്ഥത്തിലും പാളീസാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തിച്ചു. അതാണ് ഒരു സർജിക്കൽ സ്ട്രൈക്ക്. കാരണം നരേന്ദ്രമോദി എപ്പോൾ എന്ത് ചെയ്യുമെന്നോ എങ്ങനെയായിരിക്കുമെന്നോ ഏത് സമയത്തൊന്നോ ഒന്നും തന്നെ ആർക്കും ഒരു കുന്തും അറിയത്തില്ല. പുള്ളിക്കാരൻ ചെയ്യുന്ന കാര്യം അത് കൃത്യവും വ്യക്തവുമായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത് കൊള്ളേണ്ടടുത്ത് കൊള്ളും, അത് എന്താണോ ലക്ഷ്യം വെക്കുന്നത് അത് ആ ഒരു തരത്തിൽ തന്നെ എത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ജനങ്ങളുടെ വിശ്വാസം എല്ലാ അർത്ഥത്തിലും സപ്പോർട്ട് അത്രത്തോളം വീണ്ടും കൂടുന്ന തരത്തിലോട്ട് ഊട്ടി ഉറപ്പിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ ആ രണ്ട് വീഡിയോയിലൂടെ ഇപ്പോൾ എല്ലാ അർത്ഥത്തിലും എത്തിച്ചിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഈ പറയുന്ന അഭിജിത്ത് ദീപ്കയൊക്കെ തന്നെ ഈ കുറച്ച് നാൾ മുന്നേ BJPയുടെ ഫോളോവേഴ്സിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രഖ്യാപനമൊക്കെ തന്നെ നടത്തിയിട്ടുണ്ടായിരുന്നു. അതായത് നിങ്ങൾ എല്ലാവരും കൂടി ചേർന്നുകൊണ്ട് BJPയുടെ ഒഫീഷ്യൽ ഇന്ത്യ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ നിന്നും നിങ്ങളെല്ലാം അൺഫോളോ ചെയ്യണമെന്ന്. എന്നിട്ട് എന്താണ് സംഭവിച്ചത്? അവിടെ ഉണ്ടായിരുന്ന ഫോളോവേഴ്സിൽ നിന്നും 3-4 മില്യൺ ഫോളോവേഴ്സ് BJPക്ക് വീണ്ടും കുതിച്ചു കയറുകയാണ് അവിടെ ചെയ്തതെന്ന് പറയുന്നത്. അഭിജിത്തിന്റെ ആ ഒരു എന്താ പറയുക ആ പ്രഖ്യാപനത്തിലൂടെ സംഭവിച്ച ഒരു മാറ്റമാണെന്ന് പറയും. ഇത് കഴിഞ്ഞിട്ട് പുള്ളിക്കാരി ഇപ്പോൾ ഈ ഇടയ്ക്ക് നടത്തിയ പ്രഖ്യാപനം എന്താണ്? വിദ്യാഭ്യാസ മന്ത്രി രാജിവെച്ചില്ലെങ്കിൽ നരേന്ദ്രമോദിയുടെ രാജിക്ക് വേണ്ടിയിട്ട് ഇവിടെ എന്തോ മലമറയ്ക്കും എന്നുള്ളതായി. എനിക്ക് തോന്നുന്നു പുള്ളിക്കാരെ ഏതോ മൂടലോകത്തോ മൂടലോകത്തോ കണ്ടാണ് നിൽക്കുന്നതെന്ന് തോന്നുന്നു. എന്തൊക്കെ വിളിച്ചു പറയാം, എന്തൊക്കെ വലിച്ചു പോകുന്നതെന്ന് ഒരു പിടുത്തമില്ല. അങ്ങനെ പറഞ്ഞ ഒരാൾ ഇപ്പോൾ നരേന്ദ്രമോദിക്ക് എന്തോ അത് സംഭവിച്ചു, നരേന്ദ്രമോദിക്ക് എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞാൽ നരേന്ദ്രമോദിയുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ നരേന്ദ്രമോദിയുടെ ഫോളോവേഴ്സിന്റെ എണ്ണം എന്ന് പറയുന്നത് 101 മില്യൺ ആയിരുന്നു മിനിഞ്ഞാന്ന് വരെയും ഉണ്ടായിരുന്നതെന്ന് പറയുന്നത്. വെറും ഒറ്റ വീഡിയോ കൊണ്ട് 2 മില്യൺ ഫോളോവേഴ്സാണ് നരേന്ദ്രമോദിക്ക് ഒറ്റയ്ക്ക് കൂടിയത്. 103 മില്യൺ ഫോളോവേഴ്സാണ് നരേന്ദ്രമോദിക്ക് ഇപ്പോൾ ആ ഒരൊറ്റ വീഡിയോ കൊണ്ട് ആയിരിക്കുന്നതെന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ നരേന്ദ്രമോദിയുടെ ആ ഒരു എന്താ പറയുക രാജി, BJPയുടെ എന്തോ അൺഫോളോ, അപ്പോൾ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ജനങ്ങൾ എല്ലാം കാണുന്നുണ്ട് എന്നുള്ളത് അഭിജിത്ത് മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും. കാരണം നരേന്ദ്രമോദി വിശ്വസിക്കുന്നവരുടെ എണ്ണം ദിനംപ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ആദ്യം മനസ്സിലാക്കണം. ഈ ഒരു പാർട്ടി വിഷയത്തിലായാലും പ്രതിപക്ഷ നീക്കത്തിലായാലും എല്ലാ അർത്ഥത്തിലും ഇപ്പോൾ നിലവിലത്തെ സാഹചര്യത്തിൽ സപ്പോർട്ട് കൂടിയിരിക്കുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അത് നരേന്ദ്രമോദിക്ക് തന്നെയായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. അതിന് കാരണങ്ങളും പലതാണ്. കാരണം ഈ ഒരു സമരത്തിന്റെ ഒരു സംഭവം എല്ലാ അർത്ഥത്തിലും മാറിയിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. കാരണം പ്രതിപക്ഷത്തിന്റെ കടന്നുവരവ്, അതോടൊപ്പം തന്നെ ഇപ്പോൾ കേന്ദ്ര ഏജൻസികൾക്ക് കിട്ടിയിരിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഈ പറയുന്ന പാർട്ടികൾക്കിടയിൽ പല തരത്തിൽ ഈ സമരം വേറൊരു തരത്തിലോട്ട് മാറുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തിച്ചവർ, അതോടൊപ്പം തന്നെ ഈ സമരത്തിനിടയിൽ തീവ്ര ചിന്താഗതിയുള്ളവർ കയറി പറ്റിക്കൊണ്ട് വേറെ പല അജണ്ടകളും നടത്താനായിട്ട് നോക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തിയതും പല തരത്തിൽ നിന്നുള്ള ഫണ്ടിങ് കാര്യങ്ങൾ അതും ഇതൊക്കെ തന്നെ ഇപ്പോൾ പൊക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിക്കഴിഞ്ഞ് ഇതിൻ്റെയൊക്കെ നടപടികൾ ഇനിയിപ്പോൾ വരും ദിനങ്ങൾ സംഭവിക്കാനിരിക്കുന്നേ ഉള്ളൂ. ഇത് പേടിച്ചിരിക്കുകയാണ്. ഇപ്പോൾ പാർട്ടികളുടെ തലവനായിട്ടുള്ള അഭിജിത്ത് പേടിച്ചിരിക്കുകയാണ്. കാരണം പുള്ളിക്കാരെ ഇപ്പോൾ ഓരോ ദിവസം ഓരോ അസുഖത്തിന്റെ കാര്യം പറയുകയാണ്. കാരണം എനിക്ക് ദേഹം വയ്യ, എനിക്ക് അത് വയ്യ, എനിക്ക് ഇത് വയ്യ. കാരണം സമരപ്പന്തലിൽ ഇരിക്കാൻ വയ്യ. സമരപ്പന്തലിൽ ഇരുന്ന് കഴിഞ്ഞാൽ 8-ന്റെ പണി വരാനിരിക്കുന്നേ ഉള്ളെന്ന് പുള്ളിക്ക് എവിടെ നിന്ന് മനസ്സിലായി കഴിഞ്ഞു. അതുകൊണ്ട് ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും മുങ്ങണം, അതിനുള്ള പരിപാടിയാണ്. എനിക്ക് അത് വയ്യ, എനിക്ക് ഇത് വയ്യ എന്നൊക്കെ പറഞ്ഞ് ഓരോ ദിവസവും റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും അഭിജിത്തിന്റെ കാര്യങ്ങൾ എന്തായാലും മനസ്സിലായി. കാരണം പുള്ളിക്കാരൻ തന്നെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ അകത്ത് എന്തൊക്കെയോ സംഭവിക്കുന്നു എന്നുള്ളതായിട്ട് പുള്ളിക്കാരന് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് സംഭവം എന്ന് പറയുന്നത് ഈ പറയുന്ന രീതിയിൽ പല കാര്യങ്ങളും ഒക്കെ തന്നെയും ഈ പറയുന്ന പല തീവ്ര ചിന്താഗതിയുള്ള പല തരത്തിൽ ഇന്ത്യയിൽ ഒരു കലാപം എങ്ങനെയും നടന്നു കാണണമെന്ന് ആഗ്രഹിക്കുന്ന പല തരത്തിലുമുള്ള ആൾക്കാർ ഇതിനുള്ളിൽ കൂടിയിട്ടുണ്ട് എന്നതിന്റെ തെളിവാണ് നമ്മൾ പല വീഡിയോസിലും കണ്ട പല കാര്യങ്ങളും എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ തന്നെ കൃത്യവും വ്യക്തവുമായിട്ടുള്ള തെളിവുകൾ ഇപ്പോൾ കേന്ദ്ര ഏജൻസികൾ കിട്ടിയിരിക്കുകയാണ്. അതിൻ്റെയൊക്കെ നടപടികൾ ഇനി വരും ദിവസങ്ങളിൽ സംഭവിക്കാനിരിക്കുന്നതേ ഉള്ളൂ
എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. അപ്പോൾ അത് മാത്രമല്ല, അതിനിടയിൽ കൂടി ഈ സമരം കംപ്ലീറ്റ്ലി ഒരു രാഷ്ട്രീയ സമരമായി മാറുന്ന തരത്തിലുള്ള കാര്യങ്ങൾ മാറിയത് പ്രതിപക്ഷ പാർട്ടികൾ നമ്മുടെ എല്ലാമായിട്ടുള്ള നമ്മുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ വരവോടുകൂടി തന്നെയാണ്. നേരത്തെ സംശയമില്ല. കാരണം എന്നും എപ്പോഴും ഒരു പ്രതിസന്ധി ഘട്ടം ബി ജെ പിക്ക് ഉണ്ടായി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ബി ജെ പിക്ക് ഉണ്ടാക്കാനായിട്ട് മറ്റുള്ളവർ നോക്കുമ്പോഴത്തേക്കും എല്ലാ അർത്ഥത്തിലും ബി ജെ പിയുടെ കാവലാളായിട്ട് വരുന്നത്, ബി ജെ പി എല്ലാ ഇതിൽ നിന്നും രക്ഷിക്കാൻ വരുന്നത് നമ്മുടെ രാഹുൽ ഗാന്ധി ആയിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. അത് തന്നെയാണ് ഇവിടെ നടന്നിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത്. കാരണം രാഹുൽ ഗാന്ധി എപ്പോഴാണോ ഈ സമരം എല്ലാ അർത്ഥത്തിലും അങ്ങ് ഏറ്റെടുക്കാനായിട്ട് വന്നു, അപ്പോൾ മുതൽ ജനങ്ങൾക്ക് ബോധ്യമായി കഴിഞ്ഞു ഈ നടത്തിക്കൊണ്ടിരിക്കുന്നത് സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള സമരമല്ല, ഇത് പല അജണ്ടകൾ നടക്കാനും പല രാഷ്ട്രീയ കാര്യങ്ങൾ നടത്തിയെടുക്കാനും വേണ്ടിയിട്ടുള്ള ഒരു സമരമാണ് എന്നുള്ളത് യഥാർത്ഥമായിട്ട് ഈ പറയുന്ന സമരത്തിൽ പങ്കെടുക്കാനായിട്ട് ആഗ്രഹിച്ചവർ അല്ലെങ്കിൽ അതിൽ പങ്കെടുത്തവർക്ക് മനസ്സിലായി. ഇപ്പോൾ ഒരുപാട് പേര് ഈ ഒരു സമരത്തിൽ പങ്കെടുത്തവർ തന്നെ പിന്മാറുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറി പല വീഡിയോസ് ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. കാരണം ഈ പറഞ്ഞ സ്റ്റുഡൻസിൽ തന്നെ പലരും ജെനുവിനായിട്ട് വന്ന സ്റ്റുഡൻസ് പോലും പലരും പറയും. കാരണം ഇതിപ്പോൾ കാര്യങ്ങൾ വേറെ രീതിയിലോട്ട്, വേറെ റൂട്ടിലോട്ട് കാര്യങ്ങൾ മാറ്റിയിരിക്കുകയാണ്, അല്ലെങ്കിൽ മാറ്റാനുള്ള രീതിയിലോട്ടാണ് ഇപ്പോൾ കാര്യങ്ങൾ മാറി. അതുകൊണ്ട് അവർക്ക് ഈ സമരത്തിലോട് ഒരു താല്പര്യമില്ല, അവർ പിന്മാറുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയാണ്. അവർക്ക് വേണ്ടത് അവരുടെ ഭാവി ജീവിതമാണ് എന്നുള്ള തരത്തിലോട്ട് അവർ ഈ സമരത്തിൽ നിന്ന് തന്നെ പിന്മാറുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നതായിട്ടുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ സമരം എല്ലാ രീതിയിലും ആകെപ്പാട കുഴഞ്ഞു മറിഞ്ഞിരിക്കുകയാണ് സംശയം. അതുകൊണ്ട് തന്നെ ഇനി അധികം വലിയ രീതിയിൽ തട്ടുകേട് ഉണ്ടാക്കാതെ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടിയിട്ട് സമരം അവസാനിപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തിൽ തന്നെയാണ് ഈ പറയുന്ന രീതിയിൽ അഭിജിത്തിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. കാരണം സംഭവം കൈവിട്ട് പോയി. ജനങ്ങളുടെ വിശ്വാസം നരേന്ദ്രമോദിയിൽ നിന്ന് നഷ്ടപ്പെടുത്താൻ നോക്കിയിട്ട് അത് ഇരട്ടി വർദ്ധിക്കുന്ന തരത്തിലോട്ട് ഇപ്പോൾ കാര്യങ്ങൾ എത്തിയെന്നുള്ളതും ഈ പറഞ്ഞ സി ജെ പിക്കായാലും പ്രതിപക്ഷ പാർട്ടികൾക്കായാലും കൃത്യമായിട്ട് മനസ്സിലായി എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഈ ഒരു സമരത്തിലൂടെ അല്ലെങ്കിൽ ഈ ഒരു തരത്തിലുള്ള ഈ ഒരു നീക്കത്തിലൂടെ വലിയ തോതിലുള്ള ഒരു നേട്ടം ഉണ്ടാക്കിയതും ആ ഒരൊറ്റ വീഡിയോയിലൂടെ ഇവരുടെയൊക്കെ തന്നെ എല്ലാ പ്ലാനും പൊളിച്ചെടുക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറ്റിയതും നരേന്ദ്രമോദിയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇതിന്റെ പരിണിത ഫലം എന്താണ് എന്നുള്ളത് വരുന്ന തെരഞ്ഞെടുപ്പിൽ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം ബി ജെ പി സംബന്ധിച്ചുള്ള ബി ജെ പിക്ക് ഇപ്പോൾ ഒരു ശുക്രനാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ഒരു ബമ്പർ ലോട്ടറി അടിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുകയാണ്. കൃത്യവും വ്യക്തവുമായിട്ടുള്ള ഒരു നേട്ടം എന്താണ് എന്ന് അറിയാൻ പോകുന്നത് വരുന്ന തെരഞ്ഞെടുപ്പ് റിസൾട്ട് ആയിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, സി ജെ പിയെ കൊണ്ട് ഇപ്പോൾ നേട്ടം ഉണ്ടാക്കിയിരിക്കുന്നത് ബി ജെ പി ആണ്. പ്രതിപക്ഷ പാർട്ടികൾ വീണ്ടും മുങ്ങി താന്നുകൊണ്ടിരിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്.